നമസ്കാരം. മിക്സ്ചർ കഫേ ബൈ ആദിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇപ്പോൾ മിക്സ്ചർ കഫേ ബൈ ആദി ഇന്ന് വന്നിട്ടുള്ളത് ആദിക്കുട്ടൻ്റെ വിശേഷങ്ങളായിട്ടല്ല, മറിച്ചൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പിയും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയും ആയിട്ടാണ് ഇന്ന് മിക്സ്ചർ കഫേ ബൈ ആദി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അതിൽ പോയിട്ട് നോക്കിക്കോളാം കേട്ടോ. ഇതിലെരിവ് മീഡിയമേ എടുത്തിട്ടുള്ളൂ, ആദ്യക്കൂട്ടനും കൂടി കഴിക്കണമല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പാകത്തിന് മാറ്റാം. പിന്നെ വേണ്ടതൊരു മുട്ടയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. അത്രയും തന്നെ നമുക്ക് മൈദപ്പൊടിയും വേണം, 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരു ബൗളിലേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും തന്നെ ലംസ് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമാണെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിക്കുക, ഒത്തിരി വെള്ളം പോലെ ആയി പോകരുത്. ഇതിൽ ഈ കാണുന്ന തിക്നെസ് നമുക്ക് വേണം, എന്നാലാണ് കറക്റ്റ് നമുക്ക് മസാല മീനിൽ പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം കൂടി പോകരുത്, വളരെ ലേശം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. ഉപ്പും എരിവും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് വേണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാനിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുക്കണം, കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും മൊരിഞ്ഞ് പോയി വന്നിട്ടുണ്ട്. ഇനി ഒരു ആഡംബരത്തിന് വേണ്ടി കുറച്ച് പപ്പടം കീറി വറുത്ത് കോരി ഇടുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും സ്റ്റാർട്ടറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഫിഷ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.